ബാസിട്രാസിൻ ടെസ്റ്റിലാണ് നമ്മൾ നോക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ബാസിട്രാസിൻ എന്താണെന്ന് നോക്കാം. Bacitracin is an antibacterial drug. It is mainly useful in the treatment of skin and superficial skin and soft tissue infections. Okay. Then it is a polypeptide antibiotics. It is mainly produced by Bacillus subtilis. Bacillus subtilis എന്ന് പറഞ്ഞ organism ആണ് ഈ ബാസിട്രാസിൻ എന്ന് പറഞ്ഞ ഡ്രഗ്സ് പ്രൊഡക്ഷൻ നടക്കുന്നത്. Okay. And this drug mode of action is the cell wall synthesis inhibitor ആയിരിക്കും. It is mainly used for the presumptive diagnosis of group A streptococci. That is, group A streptococci is bacitracin sensitive compared to other streptococci. Okay. Then it is a filter paper disc. It is a filter paper disc impregnated with 0.04 units of bacitracin. അതായത് നമുക്ക് ഇത് commercially available ആയിരിക്കും. അതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.04 units of bacitracin ഉണ്ടാവും. ഓക്കെ. ദെൻ ഈ ഇംപ്രഗ്നേറ്റഡ് ഡിസ്ക് നമ്മൾ എന്തിനകത്തേക്ക് ഇട്ട് വെക്കുക? നമ്മുടെ MHA പ്ലേറ്റിനകത്തോട്ട് ഒരു ലോൺ കൾച്ചർ അല്ലെങ്കിൽ ബ്ലഡ് അഗാറിന്റെ അകത്തോട്ട് നമ്മൾ ഒരു ലോൺ കൾച്ചർ പ്രിപ്പയർ ചെയ്യുക. ദെൻ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ഒരു 0.04 യൂണിറ്റ്സ് ഓഫ് ബാസിട്രാസിൻ ഡിസ്ക് നമ്മൾ ഇംപ്രഗ്നേറ്റ് ചെയ്ത ഫിൽറ്റർ പേപ്പർ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കുക. നമ്മൾ നോർമൽ ഡിസ്ക് ഇടുന്ന പോലെ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഇൻക്യുബേറ്ററിലേക്ക് എടുത്ത് വെക്കുക. ആഫ്റ്റർ ഓവർനൈറ്റ് ഇൻക്യുബേഷൻ നമ്മൾ എന്ത് നോക്കുക? ഇതിന്റെ റെസിസ്റ്റൻസ് പാറ്റേൺ നമ്മൾ സ്റ്റാൻഡേർഡ് ചാർട്ട് ഉണ്ടാവും. ആ ചാർട്ട് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. In the group A streptococci is more sensitive to bacitracin than other beta hemolytic strains of other groups. അതായത് ഗ്രൂപ്പ് A streptococci എന്തായിരിക്കും? നല്ല രീതിയിൽ സെൻസിറ്റീവ് പാറ്റേൺ തരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ മൈക്രോകോക്കയും ഇതിന്റെ സെൻസിറ്റീവ് പാറ്റേൺ കാണിക്കുന്നുണ്ട്. Okay, so and this bacitracin sensitivity test is act as a rapid diagnostic test for group A streptococci എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്യുവർ കൾച്ചർ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സാമ്പിൾ എടുത്തിട്ട് തന്നെ ക്ലിനിക്കൽ സാമ്പിളിന്റെ അകത്ത് തന്നെ നമുക്ക് ബാസിട്രാസിൻ സസെപ്റ്റിബിലിറ്റി ടെസ്റ്റ് പെർഫോം ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് MHA പ്ലേറ്റ് എടുക്കുക. ഒന്നെങ്കിൽ MHA പ്ലേറ്റ് എടുക്കുക, അല്ലെങ്കിൽ ബ്ലഡ് അഗാർ എടുക്കുക, അല്ലെങ്കിൽ MHA സപ്ലിമെന്റഡ് വിത്ത് ബ്ലഡ് അഗാർ ബേസ് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്യുവർ കൾച്ചർ നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് 24 hour ഏജ് ആയിട്ടുള്ള ഒരു കൾച്ചർ നമ്മൾ എടുക്കാം. ഓക്കെ. ദെൻ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? പെപ്റ്റോൺ വാട്ടറിലോട്ട് നമ്മൾ ഐസൊലേറ്റഡ് കോളനീസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇനോക്കുലേഷൻ ചെയ്തിട്ട് ബ്രോത്ത് പ്രിപ്പയർ ചെയ്യാം. ദെൻ ആ ബ്രോത്തിന്റെ ടെർബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5 മക്ഫെർലൻ സ്റ്റാൻഡേർഡിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ ബ്രോത്ത് വെച്ചിട്ട് നമ്മൾ MHA അല്ലെങ്കിൽ ബ്ലഡ് അഗാറിനകത്ത് നമ്മളൊരു ലോൺ കൾച്ചർ പെർഫോം ചെയ്യാം. ഒരു 10 minutes 5 to 10 minutes നമ്മൾ കൊടുക്കുക. ഇത് ഡ്രൈ ആവേണ്ട ടൈമാണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക? നമ്മൾ ഈ ബാസിട്രാസിൻ ഡിസ്ക് അങ്ങ് പ്ലേസ് ചെയ്യാം. ഓക്കെ. നമ്മൾ കുറെ ഡിസ്ക് ഇടുന്നുണ്ടെങ്കിൽ പല ഡിസ്ക് ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ബാസിട്രാസിൻ ഇട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 millimeter സ്പേസ് വരണം അഡ്ജസ്റ്റന്റ് ഡിസ്കും തമ്മിൽ. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഡിസ്കിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നല്ല രീതിയിൽ ഒന്ന് അവിടെ അറ്റാച്ച്മെന്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് അമർത്തി കൊടുക്കുക. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നേരെ ഇൻക്യുബേറ്ററിലേക്ക് എടുത്തു വെക്കുന്നു. 37 degrees Celsius 24 hour ഇൻക്യുബേഷനിലേക്ക് എടുത്തു വെക്കുന്നു. ഓക്കെ. ആഫ്റ്റർ ഓവർനൈറ്റ് ഇൻക്യുബേഷൻ നമ്മൾ എന്ത് നോക്കുന്നു? ഇതിന്റെ സെൻസിറ്റിവിറ്റി പാറ്റേൺ നമ്മൾ സ്റ്റാൻഡേർഡ് ചാർട്ട് വെച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. അത് റെസിസ്റ്റന്റ് ആണോ അതല്ല സെൻസിറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ ചാർട്ട് വെച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബാസിട്രാസിൻ സസെപ്റ്റിബിലിറ്റി ടെസ്റ്റ്. ഇവിടെ നമുക്ക് സസെപ്റ്റിബിലിറ്റി പാറ്റേൺ കാണാൻ പറ്റും. കണ്ടല്ലേ? ഇവിടെ എന്തായിരിക്കും? നോ സസെപ്റ്റിബിലിറ്റി ബൈ റെസിസ്റ്റന്റ് ആയിരിക്കും കാണപ്പെടുന്നുണ്ടാവും. ഓക്കെ. ദെൻ ഇതിന്റെ സോൺ ഓഫ് ഇൻഹിബിഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് 6 millimeter അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ റെസിസ്റ്റന്റ് എന്നും, ഗ്രേറ്റർ ദാൻ 10 millimeter ആണെങ്കിൽ നമ്മൾ അതിനെ സെൻസിറ്റീവ് എന്നാണ് പറയുന്നത്. ഇനി ഇൻ ബിറ്റ്വീൻ 6 and 10 ആണ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ദെൻ മെയിൻ ഇതിന്റെ യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എന്താണ്? ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൈനെ അതർ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൈനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ്. ഇതിനകത്ത് ഗ്രൂപ്പ് എ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കൈ എന്തായിരിക്കും? ഈ ബാസിട്രാസിൻ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് സെൻസിറ്റീവ് ആയിരിക്കും. മെയിൻ ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾഡ് ആയിട്ടുള്ള ബ്ലഡ് അഗാർ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പ്ലേറ്റ് എന്ത് ചെയ്യുന്നു? കുറെ പാകം ചെയ്യുമ്പോൾ ഇത് ഡ്രൈ ആയി തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ ഡ്രഗ്സ് നല്ല രീതിയിൽ ഡിഫ്യൂഷൻ ചെയ്യത്തില്ല. അതുകൊണ്ട് ഇത് ഒരു ഫാൾസ് നെഗറ്റീവ് റിസൾട്ടിലേക്ക് എത്തിപ്പെടാം. പിന്നെ അതുപോലെ തന്നെ ഇനോക്കുലേഷൻ സൈസ് നമ്മൾ പറയുന്നുണ്ട്. ഇനോക്കുലേഷൻ സൈസ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും എന്താണ്? ഇതിന് ഫാൾസ് ഇൻഹിബിഷൻ സോൺസ് തരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ബാസിട്രാസിന്റെ ടെസ്റ്റിന് മാത്രമല്ല ഏത് ആന്റിബയോട്ടിക് ഡിസ്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ 0.5 മക്ഫെർലൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു സെൻസിറ്റിവിറ്റി ടെസ്റ്റുകൾ പെർഫോം ചെയ്യാവൂ. ഇതാണ് നമ്മൾ ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗ്രാം പോസിറ്റീവ് കോക്കൈ കിട്ടി നമ്മൾ ഗ്രാം ചേഞ്ച് ചെയ്ത് നോക്കുക. ദെൻ എന്ത് കാറ്റലൈസ് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് സ്റ്റാഫ് എന്നുള്ള രീതിയിലേക്ക് മാറും. ദെൻ കാറ്റലൈസ് ടെസ്റ്റ് നെഗറ്റീവ് ആണ്, സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസ് ആണ്. ഓക്കെ. ദെൻ ഗ്രാം സ്റ്റൈൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ഗ്രാം പോസിറ്റീവ് കോക്കൈ അറേഞ്ച്ഡ് ലോങ് ചെയിൻ കിട്ടിയെന്ന് വിചാരിക്കുക. ദെൻ നമ്മൾ ബ്ലഡ് അഗാറിന്റെ അകത്തേക്ക് ഇനോക്കുലേഷൻ ചെയ്തിട്ട് നമ്മൾ അതിന്റെ സെൻസ് ഇത് നോക്കുക. അപ്പം ബീറ്റ ഹീമോലൈറ്റിക്കും തരാം, ആൽഫ ഹീമോലൈറ്റിക്കും തരാം. ഇപ്പൊ ബീറ്റ ഹീമോലൈറ്റിക് ആണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ
അതിൻ്റെ അകത്തോട്ട് നമ്മൾ ബാസിട്രാസിൻ ഡിസ്ക് ഇട്ട് വെക്കുക. അത് സെൻസിറ്റീവ് ആണെങ്കിൽ സ്ട്രെപ് പയോജൻസും, റെസിസ്റ്റന്റ് ആണെങ്കിൽ അതർ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയും. ഇതുപോലെ തന്നെയാണ് സെയിം തന്നെയാണ് നമ്മൾ ഒപ്റ്റോച്ചിൻ സെൻസിറ്റിവിറ്റി ടെസ്റ്റിന് വരുന്നത്. നമ്മൾ ആൽഫ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ഇട്ട് വെക്കുന്നു, നമ്മുടെ ഒപ്റ്റോച്ചിൻ ഡിസ്ക് ഇടുന്നു. ഒപ്റ്റോച്ചിൻ സെൻസിറ്റീവ് ആണെങ്കിൽ അത് സ്ട്രെപ് ന്യൂമോണിയെ, ഇത് റെസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ അതർ ആൽഫ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കെ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ.